ആശങ്കകൾക്കൊടുവിൽ കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയം വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് എത്തുന്നു. ISRL അധികൃതർ സ്റ്റേഡിയം KFAക്ക് കൈമാറി. 2 മാസത്തെ അറ്റകുറ്റപ്പണികൾക്കൊക്കെ ശേഷമാണ് സ്റ്റേഡിയം കൈമാറിയത്. ഡിസംബറിൽ നടന്ന ഇന്ത്യൻ സൂപ്പർ ക്രോസ് ഗ്രാൻഡ് ഫിനാലേക്ക് പിന്നാലെ ഏറെ ആശങ്കയോടെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിന്റെ നവീകരണത്തെ ഫുട്ബോൾ പ്രേമികൾ നോക്കിക്കണ്ടത്. പ്രമുഖ ബോളിവുഡ് താരം സൽമാൻ ഖാൻ ഉൾപ്പെടെയുള്ളവർ സാക്ഷിയായ ഫിനാലേക്ക് വേണ്ടി സ്റ്റേഡിയത്തിലെ പുൽമൈതാനം മണ്ണിടിച്ച് മാറ്റങ്ങൾ വരുത്തിയിരുന്നു. മത്സരങ്ങൾക്ക് ശേഷം മൈതാനത്തെ പുല്ലുകൾ കരിഞ്ഞുണങ്ങുകയും പലയിടങ്ങളിലായി കുഴികൾ രൂപപ്പെടുകയും ചെയ്തു. എന്നാൽ 2 മാസങ്ങൾക്കിപ്പുറം സ്റ്റേഡിയം പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ആശങ്കകൾക്ക് വിരാമമിട്ട് മൈതാനം ഇന്ത്യൻ സൂപ്പർ ക്രോസ് ലീഗ് അധികൃതർ കേരള ഫുട്ബോൾ അസോസിയേഷന് കൈമാറി. അന്താരാഷ്ട്ര നിലവാരത്തിലേക്കുള്ള ട്രാക്ക് എഞ്ചിനീയറിംഗ് സംവിധാനങ്ങളും അത്യാധുനിക ടർഫ് സംരക്ഷണ സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചാണ് കേടുപാടുകൾ പരിഹരിച്ചത്. മൈതാനത്തെ കുഴികൾ നികത്തിയും പുല്ലുകൾ വെച്ചുപിടിപ്പിച്ചും സ്റ്റേഡിയം അതിന്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തി. കേരള ഫുട്ബോൾ അസോസിയേഷൻ നടത്തിയ ഓഡിറ്റിൽ ഫുട്ബോൾ മൈതാനവും ട്രാക്കും പൂർണ്ണമായും പുനഃസ്ഥാപിച്ചതായി കേരള ഫുട്ബോൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഷാജി സി കുര്യൻ പറഞ്ഞു. കളിക്കാൻ അനുയോജ്യമായ രീതിയിലാണ് പ്രഥമ ദൃഷ്ടിയെ ഇപ്പോൾ കാണുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രൗണ്ടും മറ്റു കാര്യങ്ങളും അവിടെയൊക്കെ ചെയ്യുന്ന അതേ കമ്പനി തന്നെയാണ്. അവരുടെ എക്സ്പേർട്ടാണ് നമ്മൾക്കിത് റിപ്പോർട്ട് ചെയ്തിട്ട് തന്നേക്കുന്നത്. പൂനെയിലും ഹൈദരാബാദിലും ഇത്തരത്തിൽ വിജയകരമായ സ്റ്റേഡിയങ്ങൾ കൈമാറിയതിനു ശേഷമാണ് കോഴിക്കോടും ദൗത്യം പൂർത്തിയാക്കിയത്. കേരളത്തിൽ മോട്ടോർ റേസിംഗ് ഇവന്റുകൾക്ക് വലിയ ആരാധകർ ഉണ്ടെങ്കിലും ഇത് നടത്തുക വലിയ വെല്ലുവിളിയാണെന്ന് ബാൻഡിഡോസ് മോട്ടോർ സ്പോർട്ട് പ്രൊമോട്ടർ മുഹമ്മദ് ബഷീർ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ശരിയാവുന്നവരെ നന്നാക്കാന്നുള്ള ഒറ്റ കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ ഇനിയും നമ്മൾ ഇതിപ്പോൾ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്തുകൊണ്ട് മാത്രം തീരുന്നില്ല. വരുന്ന ദിവസങ്ങളിൽ ഇത് പ്രോപ്പറായിട്ട് നനയ്ക്കേണ്ടതും ട്രിം ചെയ്യേണ്ടതും കൂടെ ഉത്തരവാദിത്തം നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ബിക്കോസ് ഇത് ഇപ്പം ഇനി കളികളൊന്നും വരാനില്ല. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോയതോട് കൂടിയിട്ട് സത്യത്തിൽ ഇതിന് വെള്ളമൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് വീണ്ടും ഒരു പഴയ ഒരു കളറിലേക്ക്, ഒരു യെല്ലോ കളറിലേക്ക് ബിക്കോസ് അത്രയും ചൂടാണ് ഇപ്പോൾ നാട്ടിലുള്ളത്. ആരാധകരുടെ എല്ലാ സംശയങ്ങൾക്കും ആശങ്കകൾക്കും മറുപടി നൽകിക്കൊണ്ട് കോഴിക്കോട് സ്റ്റേഡിയം വീണ്ടും ഫുട്ബോൾ മത്സരങ്ങൾക്കായി സജ്ജമായി കഴിഞ്ഞു. ഇനി ഇവിടെ പന്തിന്റെ ആവേശകരമായ പോരാട്ടങ്ങൾക്കായി കാത്തിരിക്കാം. ന്യൂസ് മലയാളം, കോഴിക്കോട്.